സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഇന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നറിയുന്നു. എം മുകേഷ് MLA-ക്കെതിരായ പരാതിയും ഈ യോഗം ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തേക്കാം. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മണം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ടെലിഫോൺ ലൈനിലാണ് ദീപക് ഉള്ളത്. ദീപക്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പാർട്ടി ആധികാരികമായി പറഞ്ഞിട്ടുണ്ടോ ഇന്ന് ഈ ചർച്ച നടക്കുമെന്ന്? SKN പാർട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇക്കാര്യം. അതായത് അവൈലബിൾ സെക്രട്ടേറിയറ്റ് എല്ലാ ദിവസവും നടക്കുന്ന CPIM-ന്റെ ആനുകാലിക സംഭവങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗമാണ്. ഈ യോഗത്തിൽ ഇന്ന് മുകേഷ് വിഷയം ചർച്ച ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുകേഷിനോട് പെട്ടെന്ന് രാജി ആവശ്യപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് CPIM വൃത്തങ്ങളിൽ നിന്നും ഉന്നത നേതാക്കളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, UDF-ലെ 2 MLA-മാർ കേസിൽ പ്രതികളായി ഇപ്പോഴും MLA-മാരായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് CPIM നേതൃത്വം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പഴയ സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിന്റെ നിജസ്ഥിതിയും ബാക്കിയും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് പ്രധാനമായും 2 കാര്യങ്ങൾ CPIM സെക്രട്ടേറിയറ്റിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകും. ഒന്ന്, ഈ മുകേഷിനെതിരായ പരാതി, ആ പരാതിയുടെ നിജസ്ഥിതി, തുടർ നടപടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രൂപീകരിച്ച പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം, ഈ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ച് എങ്ങനെയാണ്, അതിൽ ഒരു വിലയിരുത്തൽ കൂടി ഇന്ന് സെക്രട്ടേറിയറ്റിൽ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഓക്കെ, ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും CPM അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഇന്ന് മുകേഷ് MLA-യുടെ പ്രശ്നം ചർച്ച ചെയ്യും. നമുക്ക് ലഭിക്കുന്ന വളരെ വിശ്വാസയോഗ്യമായ CPM നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം, MLA സ്ഥാനം മുകേഷ് രാജിവെക്കില്ല എന്ന് തന്നെയാണ്.